ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ LP UPയിൽ നമ്മുടെ സൈക്കോളജി പോർഷനിലെ ബുദ്ധി എന്നൊരു ചെറിയൊരു യൂണിറ്റ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് സൈക്കോളജി ഒന്ന് ട്രൈ ചെയ്യുവാണ്. നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പോകുവാണെങ്കിൽ നമുക്ക് സൈക്കോളജി തന്നെ ഇനിയും ഇതെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും സൈക്കോളജി ജസ്റ്റ് തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. സയൻസ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയുണ്ട് സൈക്കോളജി എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റ്. ഓക്കെ, നമുക്ക് പോകാം. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവാര്? ദ്വിഘടക സിദ്ധാന്തം. അപ്പോൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ സിദ്ധാന്തങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ദ്വിഘടക സിദ്ധാന്തം. ആരാണ് ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ്? സ്പിയർമാൻ, തോണ്ടേക്ക്, കെല്ലി, കോഹ്ലർ. ആരാണ് ദ്വിഘടക സിദ്ധാന്തം? ഓപ്ഷൻ എ സ്പിയർമാൻ ആണ് ദ്വിഘടക. സ്പെയർ എന്താ? സ്പെയർ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും സെക്കൻഡ് അല്ലേ? നമ്മൾ സ്പെയർ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അല്ലെങ്കിൽ പെയർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അല്ലേ? അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ദ്വിഘടകം ദ്വി എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ? അപ്പോൾ ദ്വിഘടക സിദ്ധാന്തം ആരാണ്? സ്പിയർമാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തുമായിട്ടാണ്? ബഹുഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം, മനോഘടക സിദ്ധാന്തം, സംഘഘടിക സിദ്ധാന്തം. ഏതാണ് ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ദ്വിഘടക സിദ്ധാന്തം. ഓക്കെ, ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് എന്തൊക്കെയാണ്? ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരസ്സിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ്. ജി ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, പരസ്സിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ദ്വിഘടക സിദ്ധാന്തം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ദ്വിഘടക സിദ്ധാന്തം ആരുടെയാണ്? സ്പിയർമാൻ. അതായത് സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന് ജി, അതായത് ജനറൽ ഫാക്ടറും, അതേപോലെ സാമാന്യ ഘടകമെന്നും വിശിഷ്ട ഘടകമെന്നും. ജി എന്ന് പറഞ്ഞാൽ സാമാന്യ ഘടകവും അതേപോലെ എസ് എന്ന് പറയുന്ന വിശിഷ്ട ഘടകവും, സ്പെസിഫിക് ഫാക്ടറും. വിശിഷ്ട ഘടകം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിട്ടാണ് ബുദ്ധി ആ ബുദ്ധിയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. രണ്ട് ഘടകങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് എപ്പോഴും എന്താണ്, ഒരു വ്യക്തിയുടെ ജി ഘടകങ്ങളും എസ് ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഓരോരുത്തരുടെയും വ്യക്തി വ്യത്യാസങ്ങൾക്ക് അല്ലേ. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനൊക്കെ കാരണം നമ്മുടെ സാമാന്യ ഘടകത്തിൻ്റെയും വിശിഷ്ട ഘടകത്തിൻ്റെയും വ്യത്യാസമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് ജി ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ? ഈ ജി ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. ജന്മസിദ്ധമാണ്, അതേപോലെ സ്ഥിരമാണ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണുന്നു. ഇതെല്ലാം എന്താണ്? ജി ഘടകമാണ്. അതേപോലെ പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിത വിജയം കൂടുന്നതും. അതേപോലെ വ്യക്തി വ്യത്യാസങ്ങൾക്കൊക്കെ കാരണം എന്താണ്? ഈ ജി ഘടകം അഥവാ സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടറാണ്. ഇനി സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ അടുത്ത എന്താണ്? വിശിഷ്ട ഘടകം അഥവാ സ്പെസിഫിക് ഫാക്ടർ അല്ലെങ്കിൽ എസ് ഘടകം എന്ന് പറയുന്നു. ഈ എസ് ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്സിൽ നിന്ന് ആർജിക്കപ്പെടുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് പരസ്സിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫാക്ടറിയാണ് നമ്മൾ എസ് ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതായത് അപ്പോൾ എന്താണ്, ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി അവൻ്റെ പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവ രണ്ടും കൂടി കൂടിച്ചേർന്നാലാണ് അവനൊരു നോർമലായിട്ട് അതിനെ എന്താണ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? അപ്പോൾ പെടുന്ന ഏതൊക്കെയാണ്? ജന്മസിദ്ധമാണ്, ജനറൽ ഫാക്ടറാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണുന്നു. ഇതെല്ലാം ജി ഘടകത്തിൻ്റെ സവിശേഷതകളാണ്. എസ് ഘടകത്തിൽ ആണെങ്കിൽ എന്ത് വരും? പരസ്സിൽ നിന്ന് ആർജിക്കപ്പെട്ടതാണ്. ഓരോ വ്യക്തിയുടെയും ഓരോ പ്രവർത്തനത്തിലും എസ് ഘടകം എന്താണ്? ഒരുപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. ഓക്കെ, സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര്? അപ്പോൾ അടുത്തതാണ് എന്താണ്? സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. അതാരാണ്? സ്പിയർമാൻ, തോണ്ടേക്ക്, തേഴ്സ്റ്റൺ, കോഹ്ലർ. ആരാണ് സംഘഘടകം അല്ലെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയും. അതാരാണ്? ഓപ്ഷൻ സി തേഴ്സ്റ്റൺ ആണ്.
ഓക്കെ, അതായത് നമുക്ക് ഏകഘടക സിദ്ധാന്തമുണ്ട്, ദ്വിഘടക സിദ്ധാന്തമുണ്ട്, സംഘഘടക സിദ്ധാന്തമുണ്ട്. അപ്പോൾ ഏകഘടകം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതായത് യൂണിറ്ററി തിയറി അഥവാ മൊണാർക്കിക് തിയറി എന്ന് പറയും. അതായത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരൊറ്റ പ്രതിഭാസം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഏകഘടക സിദ്ധാന്തം. ദ്വിഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും എന്ന 2 ഫാക്ടർ ഉണ്ട്. അപ്പോഴാണ് ആര് വരുന്നത്? തേഴ്സ്റ്റൺ വന്നിട്ട് എന്ത് പറയുന്നത്? ഗ്രൂപ്പ് ഫാക്ടർ തിയറിയെ പറ്റി പറയുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നത് നമുക്ക് എന്താണ് ഈ ജി ഫാക്ടർ എന്ന് പറയുന്ന സാധനത്തിൽ അതെന്ന് പറയുന്നത് എന്താണ്? കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത്. ജിയുടെ സ്ഥാനത്ത് കുറേ പ്രാഥമിക ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ദർശക ഘടകം, അതായത് വിഷ്വൽ ഫാക്ടർ, ഇന്ദ്രിയാനുഭൂതി ഘടകം, ഭാഷാധാരണ ഘടകം, സംഖ്യാഘടകം, സ്മരണാ ഘടകം, പദസ്വാധീന ഘടകം, അതേപോലെ അതായത് ഇൻഡക്റ്റീവ് റീസണിങ്, അതേപോലെ ഡിഡക്റ്റീവ് റീസണിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ടെന്നാണ് അതായത് ഒത്തിരി എന്നല്ല 9 ഘടകങ്ങൾ. അതായത് ജി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ കാര്യത്തെ എന്തായിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്? ഈ ജീനെ വീണ്ടും അദ്ദേഹം 9 ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പഠിച്ചു വെച്ചു. ജി ഫാക്ടറിനെ അയാൾ 9 കണ്ട, ജി എന്ന് എഴുതുന്ന പോലെ തന്നെ 9 എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ജി ഫാക്ടറിനെ അയാൾ 9 സ്പെസിഫിക് ഫാക്ടേഴ്സായിട്ട് നമ്മൾ 9 സെപ്പറേറ്റ് ഘടകങ്ങളാക്കി തിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? തേഴ്സ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഏകഘടക സിദ്ധാന്തം, ദ്വിഘടക സിദ്ധാന്തം ആരാണ്? സ്പിയർമാൻ. ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ. ത്രിമുഖ സിദ്ധാന്തം GP ഗിൽഫോർഡ്. ഇത് പഠിച്ചു വെച്ചോളണം. നാളെ ചിലപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പോൾ ദ്വിഘടക സിദ്ധാന്തം ആരുടെയാണ്? ചാൾസ് സ്പിയർമാൻ്റെയാണ്. ബഹുഘടകം തോണ്ടേക്ക്. അതേപോലെ സംഘഘടകം തേഴ്സ്റ്റൺ. ത്രിമുഖ സിദ്ധാന്തം JP ഗിൽഫോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെയാണ്? പീറ്റർ സലോവ, ഡാനിയൽ ഗോൾമാൻ, ഹൊവാർഡ് ഗാർഡനർ, ജോൺ മേയർ. ആരാണ് ബഹുമുഖ സിദ്ധാന്തം രൂപപ്പെടുത്തിയത്? അത് ഓപ്ഷൻ സി ഹൊവാർഡ് ഗാർഡനറാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെയാണ്? ഗാർഡനറുടെയാണ്. അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് പറഞ്ഞതാണ് ആര്? ഗാർഡനർ പറഞ്ഞത്. ഹൊവാർഡ് ഗാർഡനറാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നമുക്ക് ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം? ഭാഷാപരമായ ബുദ്ധി, അതേപോലെ ഏതൊക്കെയാണ്? ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, നമ്മുടെ സംഗീതപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ആന്തരവൈയക്തിക ബുദ്ധി, അതേപോലെ പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള ബഹുമുഖങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടെയാണ്? ഹൊവാർഡ് ഗാർഡനറുടെയാണ്. തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കുന്നു? പ്രകൃതിപരമായ ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. തരംതിരിക്കൽ എന്ന് പറയുന്നത്, തരംതിരിക്കൽ എന്തുമായിട്ട് ബന്ധപ്പെടും? ഇത് PYQ ആണ്. ഏതാണ്? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയാണ് എന്തെന്ന് പറയുന്നത്? തരംതിരിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തതേത്? JP ഗിൽഫോർഡിൻ്റെ എന്താ പറയുന്നത്? JP ഗിൽഫോർഡിൻ്റെ സിദ്ധാന്തം ഏതാണ്? നമ്മുടെ ത്രിമുഖ സിദ്ധാന്തമാണ് JP ഗിൽഫോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ത്രിമുഖ സിദ്ധാന്തം JP ഗിൽഫോർഡ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഉള്ളടക്കങ്ങൾ, അതേപോലെ ഉൽപ്പന്നം, മാനസിക പ്രക്രിയ. ഇങ്ങനെ 3 ഘടകങ്ങളാണ് JP ഗിൽഫോർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തത്തിലുള്ളത്. ഈ ഓരോ ഘടകത്തിലും എന്തൊക്കെയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? നമ്മുടെ കാഴ്ച, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം, ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാം പഠിച്ചു വയ്ക്കണം. കാര്യം ഇങ്ങനത്തെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. തന്നിരിക്കുന്നതിൽ ഉൽപ്പന്ന ഘടകത്തിൽ പെടാത്തതേത്, അല്ലെങ്കിൽ ഉള്ളടക്കവുമായി ബന്ധമില്ലാത്തതേത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്? കാഴ്ച, ശ്രവ്യം, പ്രതീകം, അർത്ഥം,
വ്യവഹാരം. ഉൽപ്പന്ന ഘടകങ്ങളിൽ എന്തൊക്കെയാണ്? ഏകകങ്ങൾ, വിഭാഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, പരിണിത രൂപങ്ങൾ, സൂചനകൾ. ഇവയെല്ലാം എന്തിൽ വരും? ഉൽപ്പന്ന ഘടകത്തിൽ വരും. മാനസിക പ്രക്രിയയിലെ ഉപവിഭാഗങ്ങൾ, അതായത് മാനസിക പ്രക്രിയകൾ, അതിലേതൊക്കെ വരും? വൈജ്ഞാനികം, ഓർമ്മ, വിവ്രജന ചിന്ത, നമ്മുടെ ഡൈവേർജൻ തിങ്കിങ്, കൺവേർജൻ തിങ്കിങ്, സംവ്രജന ചിന്തയൊക്കെ മാനസിക പ്രക്രിയകളിൽ വരും. അതായത് ജെ.പി. ഗിൽഫോർഡ് 3 ബുദ്ധിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 3 അദ്ദേഹം ഓരോന്നിലും എന്തൊക്കെ വരുന്നെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജെ.പി. ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഉണ്ടോ? പരിണിത രൂപങ്ങൾ എന്തിലാണ് വരുന്നത്? ഉൽപ്പന്ന ഘടകങ്ങളിലാണ് വരുന്നത്. സോ ഇവിടെ ഉള്ളടക്കം എന്നതിൽ പെടാത്തതാണ് പരിണിത രൂപങ്ങൾ. ഓപ്ഷൻ എ പരിണിത രൂപങ്ങളാണ് ഉള്ളടക്കം എന്നതിൽ പെടാത്തത്. കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ ഇവയെല്ലാം എന്തിൽ വരുന്നതാണ്? ഉള്ളടക്കങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം ഏതാണെന്ന്? ട്രയാർക്കിക് തിയറി, ദ്വിഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തം. ഏതിലാണ് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ ഡൈവേർജൻ തിങ്കിങ്ങും കൺവേർജൻ തിങ്കിങ്ങും ഒക്കെ ഏതിലാണ് വരുന്നത്? ത്രിമുഖ സിദ്ധാന്തത്തിലാണ്. ജെ.പി. ഗിൽഫോർഡിന് ത്രിമുഖ സിദ്ധാന്തത്തിലെ ഏതിൽ വരുന്നതാണ്? മാനസിക പ്രക്രിയ എന്നൊരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഏതിലാണ്? ത്രിമുഖ സിദ്ധാന്തത്തിലാണ്. ബഹുതല ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടനമായി കാണുന്ന ബുദ്ധിയുടെ തലമേത്? ഏതായിരിക്കും? ഗണിതശാസ്ത്രപരമായ ബുദ്ധി ആണ്. ഗണിതശാസ്ത്രപരമായ ഒരു കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കാനായിട്ട് അതൊന്നും ആവശ്യമില്ല. ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി. വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തികൾ, ആ ഒരു കൺസെപ്റ്റാണത്. ശാരീരിക ചലനപരമായ ബുദ്ധി ഏതായിരിക്കും? അതായത് ആ കുട്ടിക്ക് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് വേണ്ടത്. ഒരു കളിമൺ രൂപം നിർമ്മിക്കാനായിട്ട് എന്താണ് വേണ്ടത്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകാനും അവരെ മനസ്സിലാക്കുന്നതിനും നമ്മൾ അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും അവരോട് നമ്മൾ എങ്ങനെയാണോ ബിഹേവിയർ, അതിനെയാണ് നമ്മൾ വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറയുന്നത്. ആന്തരിക വൈയക്തിക ബുദ്ധി എന്താണ്? നമ്മുടെ സ്വന്തം ശക്തി എന്താണെന്നോ അതേപോലെ നമ്മുടെ സ്വന്തം ദൗർബല്യങ്ങൾ എന്താണെന്നോ ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നതിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത്. വ്യക്തിയാന്തര ബുദ്ധിയാകുമ്പോൾ അത് ഇൻ്റർപേഴ്സണലാണ്. ഇൻ്റർപേഴ്സണൽ. ആന്തരിക വൈയക്തി ആകുമ്പോൾ അതെന്താണ്? ഇൻട്രാ പേഴ്സണൽ ആകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ ഫെമിന ടീച്ചർ എപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് അവസരം നൽകുന്നു. ഇതുവഴി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനും സംവാദങ്ങളിൽ ഏർപ്പെടുന്നതിനും സാധിക്കുന്നു. ഈ തന്ത്രത്തിലൂടെ കുട്ടികളിൽ വികസിക്കുന്നത് എന്ത് ബുദ്ധിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാചിക ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി. ഏതായിരിക്കും? ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ അവസരം നൽകുമ്പോൾ എന്തായിരിക്കും ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത്? അത് വ്യക്തിയാന്തര ബുദ്ധിയായിരിക്കും അല്ലേ? കൂട്ടുകാരായിട്ട് അടുത്തിടപഴകാനും അവരോട് നമ്മൾ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എന്താണത്? വ്യക്തിയാന്തര ബുദ്ധിയാണ്. അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനം നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? ഭാഷാപരമായ ബുദ്ധി, ഇൻ്റർപേഴ്സണൽ ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ബുദ്ധി, യുക്തിഗണിത ബുദ്ധി. ഏതായിരിക്കും? അതായത് വ്യക്തിയാന്തര ബുദ്ധിയാണ് അല്ലേ? മറ്റുള്ളവരുമായിട്ട് ചർച്ചകളെന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരുമായിട്ട് നമ്മൾ അടുത്തിടപഴകുന്നതാണ്. അപ്പോൾ അവിടെ ഏതായിരിക്കും അത്? വ്യക്തിയാന്തര ബുദ്ധി അഥവാ ഇൻ്റർപേഴ്സണൽ ബുദ്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ഏതായിരിക്കും? സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ എപ്പോഴും എന്താണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയായിരിക്കും. ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മൈൽഡ് അല്ലട്ട, മൈൻഡാണ്. മൈൻഡ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 1983 ഇറങ്ങിയ ബുക്കാണ്. എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ജെറോം എസ് ബ്രൂണർ, എറിക്സൺ, ഹോവാർഡ് ഗാർഡ്നർ, ആൽബർട്ട് ബെന്തൂര. ആരാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ഹോവാർഡ് ഗാർഡ്നർ ആണ്.
ഫ്രെയിംസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് ഡയറക്റ്റ് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് സഹായകമാകുന്നത്? വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, സ്ഥലപരമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി. നമ്മൾ ഇത്ര നേരം പറഞ്ഞാണ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നെങ്കിൽ എന്ത് വേണം? വ്യക്തിയാന്തര ബുദ്ധി വേണം. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇത്തരം ബുദ്ധിയിൽ മികവ് കാണിക്കാറുണ്ട്. ഏതായിരിക്കും? പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യ സ്ഥലപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ ആകുമ്പോൾ അവരെന്താണ്? സമൂഹവുമായിട്ട് അടുത്തിടപഴകണം. അപ്പോൾ അവർക്ക് എന്തായിരിക്കണം വേണ്ടത്? വ്യക്തിയാന്തര ബുദ്ധിയായിരിക്കണം. ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനമേത്? പ്രശ്നോത്തരി, ചുമർ മാസികയുടെ ലേ ഔട്ട് തയ്യാറാക്കൽ, ഡയറി എഴുത്തൽ, കഥ ക്രമീകരിക്കൽ. ഏതായിരിക്കും ദൃശ്യസ്ഥലപര ബുദ്ധി? ചുമർ മാസികയുടെ ലേ ഔട്ട് തയ്യാറാക്കലായിരിക്കും. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവർ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയായിരിക്കും? ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. ഇത് ഏറ്റവും ആപ്റ്റായ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ദൃശ്യസ്ഥലപരമായ ബുദ്ധിയായിരിക്കണം. താഴെ പറയുന്നവയിൽ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തതേത്? തന്നെക്കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. ഏതായിരിക്കും? ഓപ്ഷൻ എ, തന്നെക്കുറിച്ചുള്ള ബോധമാണ്. അത് ഏതായിരിക്കണം? ആന്തരിക വൈയക്തിക ബുദ്ധിയിലാണ് തന്നെക്കുറിച്ചുള്ള ബോധം എന്ന ചിന്ത വരുന്നത്. ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ IQ, ഇമോഷണൽ കോഷ്യൻ്റ്, ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞനാരാണ്? തേഴ്സ്റ്റൺ, വാട്സൺ, സ്കിന്നർ, ആൽഫ്രഡ് ബിനെ. ആരാണ്? ഓപ്ഷൻ ഡി, ആൽഫ്രഡ് ബിനെയാണ്. ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചതാരാണ്? അതും ആരാണ്? ആൽഫ്രഡ് ബിനെ. ബുദ്ധി പരീക്ഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് ടെർമാൻ, ആൽഫ്രഡ് ബിനെ, മെറിൽ സ്റ്റേൺബർഗ്. ബുദ്ധി പരീക്ഷയുടെ പിതാവാരാണ്? ആൽഫ്രഡ് ബിനെ. ബിനെറ്റ് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ജന്മസ്ഥലം ഏത്? അതായത് ആൽഫ്രഡ് ബിനെറ്റ് എന്ന് പറയുന്ന ആളുടെ ജന്മസ്ഥലം എവിടെയാണെന്ന്? ഫ്രാൻസ്, റഷ്യ, ആസ്ട്രിയ, USA ഇതൊന്നുമല്ല. ഏതായിരിക്കും? ബിനെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസിലെ ശാസ്ത്രജ്ഞനാണ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ലൂയി ടെർമാൻ, ഹെൻറി ഗൊഡാർഡ്, ആൽഫ്രഡ് ബിനെ, ഫ്രാൻസിസ് ഗാൾട്ടൺ. അതും ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. അതായത് നമ്മുടെ ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാണ് ആര്? ആൽഫ്രഡ് ബിനെ. ഇതിന് അദ്ദേഹം ഒരു ശോധകം, ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് 1905 ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമണും ചേർന്നുണ്ടാക്കിയതാണ് ബിനെ സൈമൺ സ്കെയിൽ എന്ന് പറയും. ബിനെ സൈമൺ സ്കെയിൽ. ഇതിൽ ഏകദേശം 30 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 30 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലിയായിരുന്നു. ഇനി അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബിനെ ശോധകം ആവിഷ്കരിച്ചതാരാണ്? അതായത് ബിനെ സൈമൺ സ്കെയിലാണ്. ആരൊക്കെ? ആൽഫ്രഡ് ബിനെയും അതേപോലെ തന്നെ തിയോഡർ സൈമണും. അതേപോലെ സ്റ്റാൻഡേർഡ് ബിനെയുണ്ട്. സ്റ്റാൻഡേർഡ് ബിനെ എന്ന് പറയുന്നത് ശോധകം നിർമ്മിച്ചത് ടെർമാനാണ്. എന്താണ്? സ്റ്റാൻഡേർഡ് ബിനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയതാര്? വൈകാരിക ബുദ്ധി ആരാണ്? ഹൊവാർഡ് ഗാർഡനർ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഡാനിയൽ ഗോൾമാൻ, തോണ്ടേക്ക്. അത് നമ്മുടെ ഓപ്ഷൻ സി, ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധിയെപ്പറ്റി പഠിച്ചതാരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാരാണ്? ഗിൽഫോർഡ്, ലെവിൻ, ഗോൾമാൻ, സ്പിയർമാൻ. ആരാണ്? ഓപ്ഷൻ സി, ഗോൾമാൻ. വൈകാരിക ബുദ്ധി ഗോൾമാൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈകാരിക ബുദ്ധിയുടെ സവിശേഷത. സ്വ അവബോധം, ആത്മനിയന്ത്രണം, സാമൂഹ്യ ബോധം ഇവയെല്ലാം. ഏതാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവയെല്ലാമാണ് ആൻസർ. എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഡാനിയൽ ഗോൾമാൻ എന്ത് ചെയ്യുന്നുണ്ട്?
ഡാനിയൽ ഗോൾമാൻ്റെ ഒരു 1995 ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പുസ്തകം പുറത്തിറങ്ങി. അതിലൂടെയാണ് വൈകാരിക ബുദ്ധി എന്നൊരാശയത്തിന് വിപുലമായ പ്രചാരം ലഭിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഹൊവാർഡ് ഗാർഡനർ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ്, പീറ്റർ സലോവ, 2 പേരുണ്ട്, പീറ്റർ സലോവ, അതേപോലെ തന്നെ ജോൺ മേയർ ഇവർ 2 പേരുമാണ് ആദ്യമായിട്ട് വൈകാരിക ബുദ്ധി എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ്, പീറ്റർ സലോവ, ജോൺ മേയർ, ഈ 2 പേര് പഠിച്ചു വെക്കണം. അതിനുശേഷമാണ് ആര് വരുന്നത്, ഡാനിയൽ ഗോൾമാൻ. അതായത് വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് പ്രചാരം കൂടുതൽ കൊടുത്ത ആരാണ്, ഡാനിയൽ ഗോൾമാനാണ്. ഓക്കെ, അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്: സ്വാവബോധം, ആത്മനിയന്ത്രണം, സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, അനുതാപം, അതേപോലെ സാമൂഹ്യ നൈപുണികൾ. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 5 ഫാക്ടറാണ് ഗോൾമാൻ പറയുന്നത് വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനമായിട്ട്. അതേപോലെ തന്നെ ഈ ആദ്യത്തെ 3 സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, ഇത് 3 അദ്ദേഹം എന്തായിട്ടാണ്, വ്യക്തിപര പ്രാപ്തികൾ, അതായത് നമ്മുടെ പേഴ്സണൽ കമ്പറ്റൻസ് ആയിട്ട് പറയുന്നുണ്ട്. മറ്റേത് 2 എന്താണ്, സോഷ്യലി. കണ്ട് അനുതാപം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതാണ്. സാമൂഹ്യ നൈപുണ്യങ്ങളും നമുക്ക് സമൂഹത്തിൽ നിന്നാണ്. അപ്പോൾ അത് 2 എന്താണ്, സാമൂഹ്യ പ്രാപ്തികളും. ഈ ആദ്യത്തെ 3 വ്യക്തിപര പ്രാപ്തികളുമാണ്. അത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ ക്വസ്റ്റ്യനായിട്ട്, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഡാനിയൽ ഗോൾമാൻ്റെ വ്യക്തിപര പ്രാപ്തികൾ പെടാത്തത് ഏത്, ചിലപ്പോൾ ഇത് അനുതാപമായിരിക്കും തരുന്നത്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവയെല്ലാം എന്താണ്, വ്യക്തിപര പ്രാപ്തികളും. അനുതാപവും സാമൂഹ്യ നൈപുണ്യവും എന്താണ്, അത് സാമൂഹ്യ പ്രാപ്തിയുമാണ്. ഓക്കെ, ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത്, ഇതൊക്കെ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, കേട്ടിട്ടാണ്. സ്വാവബോധം, അനുതാപം, ആത്മബോധം, അഭിപ്രേരണ. അതായത് നമ്മളുടെ ഏത് എക്സാമിൻ്റെ ആണെന്ന് എഴുതാത്ത എല്ലാത്തിൻ്റെയും കേട്ടിട്ടാണ്. സ്വാവബോധം നമ്മളിപ്പോൾ പറഞ്ഞു, സെൽഫ് അവെയർനെസ് ഉണ്ട്, അതേപോലെ എംപതി, അനുതാപമുണ്ട്, സെൽഫ് മോട്ടിവേഷനുണ്ട്, അല്ലേ? പിന്നെ ഏതാണില്ലാത്തത്, ആത്മബോധമാണ് അതിലില്ലാത്തത്. സോ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തതാണ് ഓപ്ഷൻ സി, ആത്മബോധം. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്ത് സംഭവിക്കുന്നു? അപ്പോൾ എന്താണ് കാലിക വയസ്സ്? നമ്മുടെ വയസ്സ് എത്രയാണെന്ന് പറയുന്നതാണ് അല്ലേ കാലിക. മെൻ്റൽ ഏജും ഉണ്ട്, ക്രോണോളജിക്കലുണ്ട്. എങ്ങനെയാണ് ഐക്യു കണ്ടുപിടിക്കുന്നത്? മെൻ്റൽ ഏജിനെ, അതായത് നമ്മുടെ മാനസിക വയസ്സിനെ കാലിക വയസ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഐക്യു എന്ന് പറയുന്നത്, ബുദ്ധിമാനം എന്ന് പറയുന്നത്. അപ്പോൾ കാലിക വയസ്സ് കൂടിയിരുന്നാൽ ഇതെന്താണ്, കാലിക വയസ്സ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്ന സാധനമല്ലേ? നമുക്കറിയാം, ഒരു ഡിവിഷൻ വരുമ്പോഴേക്കും താഴത്തെ നമ്പർ വലുതാകും തോറും ആൻസർ ചെറുതായിക്കൊണ്ടേയിരിക്കും. സോ ഇവിടുത്തെ നമ്പർ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴേക്കും ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെന്താണ്, 10/9 എന്നാണെങ്കിൽ എന്ത് വരും, അല്ലേ? താഴത്തെ നമ്പർ ചെറുതാണ്. സോ ഇവിടെ എന്തായാലും 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. എന്നാൽ തിരിച്ചാണെങ്കിലോ നോക്കിക്കേ, താഴത്തെ നമ്പറാണ് വലുതെങ്കിൽ എന്ത് വരും, 0.9 എന്ന് വരും. അപ്പോൾ ഇത് ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ താഴത്തെ നമ്പർ വലുതാകും തോറും ആൻസർ ചെറുതായിക്കൊണ്ടിരിക്കും. സോ കാലിക വയസ്സ്, അതായത് ക്രോണോളജിക്കൽ ഏജ്, താഴെ തന്നിരിക്കുന്ന സാധനം മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്ത് സംഭവിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം, ക്രോണോളജിക്കൽ ഏജ് അറിയാം 10 ആണെന്ന്, IQ അറിയാം 98 ആണെന്ന്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മെൻ്റൽ ഏജ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ IQ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് IQ അറിയാം 98, മെൻ്റൽ ഏജ് നമുക്കറിയില്ല, ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് 10 ഇൻറ്റു 100 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും, 98 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 എന്ന് വരും, അല്ലേ? നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. ഈക്വൽ ടു എന്താണ്, മെൻ്റൽ ഏജ് ആണ്. 0 കട്ടായി പോകും. ആൻസർ എത്ര വരും, 98 ഡിവൈഡ് ബൈ 10 എന്ന് വരും, അതായത് 9.8. സോ ഇവിടുത്തെ ആൻസർ എത്ര വരും, ഓപ്ഷൻ എ 9.8 ആണ് ആ കുട്ടിയുടെ മാനസിക വയസ്സ് എന്ന് പറഞ്ഞാൽ. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ്. ഓക്കെ, 13 വയസ്സ്, അതായത് എത്രയാണ്, ക്രോണോളജിക്കൽ ഏജ് 13, മെൻ്റൽ ഏജ് എത്രയാണ്, 8 ആണ്.
എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? IQ കണ്ടുപിടിക്കണം അല്ലേ? IQ എങ്ങനെയാണ്? മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അതായത് ഇവിടുത്തെ ആൻസർ വരുന്നത് 61.5 ആണ്. അപ്പോൾ എന്തായിരിക്കും ഈ കുട്ടി? 61.5 എന്ന് പറയുമ്പോഴേക്കും എത്രയാണ്? 70-ൽ താഴെയായിട്ട് വരും. അപ്പോൾ അതെന്തായിരിക്കും? അതൊരു മൂഢബുദ്ധിയായിരിക്കും. സോ ഓപ്ഷൻ ബി മൂഢബുദ്ധിയാണ്. 12 വയസ്സായ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആയാൽ ബുദ്ധിമാനം എത്ര? 12 വയസ്സായ കുട്ടിയുടെ കാലിക വയസ്സ് 12/12 = 100 എന്ന് വരും. അതായത് കാലിക വയസ്സും മാനസിക വയസ്സും തുല്യമായാൽ എപ്പോഴും ബുദ്ധിമാനം എന്ന് പറയുന്നത് 100 ആയിരിക്കും. സോ ഇവിടെ ആൻസർ ബി ആണ്. ഫെമിനയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണ്. എന്നാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതേത്? ഫെമിനയുടെ മാനസിക വയസ്സ് എന്താണ്? മെൻ്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലാണ്. അതായത് മുകളിലത്തെ നമ്പറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മുകളിലത്തെ നമ്പർ കൂടുന്നതനുസരിച്ച്, അതായത് താഴത്തെ നമ്പർ കുറയുന്നതനുസരിച്ച് എന്തായിരിക്കും? IQ എന്തായിരിക്കും? 100-ൽ താഴെയായിട്ട് വരും. സോ ഓപ്ഷൻ സി ഫെമിനയുടെ IQ എന്ന് പറയുന്നത് 100-ൽ കുറവായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? WAIS, CAT, MMPI, TAT ഏതാണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത്? WAIS ആണ്, അതായത് വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയില്. CAT എന്താണ്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതായത് അവരുടെ കുട്ടികളുടെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെന്താണ് CAT എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്, കുറേ കാർഡ്സൊക്കെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ TAT ഉണ്ട്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. MMPI എന്താണ്? മീനസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. MMPI അതായത് വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റിയെ അളക്കാനുള്ളതാണ് MMPI എന്ന് പറയുന്നത്. ബുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്നതാണ് WAIS, വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ബുദ്ധിമാപനം എന്ന ആശയം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണെന്ന് അറിയാവോ? അത് വില്യം സ്റ്റെയിൻ ആണ്. അതേപോലെ CAVD എന്ന ബുദ്ധിശോധകം ആരാണ്? തോണ്ടൈക്ക്. എന്താണ് CAVD എന്ന് പറഞ്ഞാൽ? C എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് റീസണിങ്. V എന്ന് പറയുന്നത് വൊക്കാബുലറി. D എന്ന് പറയുന്നത് ഡിറക്ഷൻ, ഫോളോയിങ് ഡിറക്ഷൻസ്, എങ്ങോട്ടേക്കാണെന്നുള്ളത്, ആ ഒരു ഡിറക്ഷൻസിനെയൊക്കെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? CAVD എന്ന ബുദ്ധിശോധകം ആരാണ്? തോണ്ടൈക്കാണ്. C ഫോർ കംപ്ലീഷൻ ഓഫ് സെൻറ്റൻസ്, A ഫോർ അരിത്തമെറ്റിക് റീസണിങ്, V ഫോർ വൊക്കാബുലറി ആൻഡ് D ഫോർ ഡിറക്ഷൻ, ഫോളോയിങ് ഡിറക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതാര്? മാക്സ് വെർത്തീമർ, ജോൺ മേയർസ്, ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാനിയൽ ഗോൾമാൻ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഗാർഡനറുടെ കണ്ടെത്തലുകൾ പ്രകാരം ജോൺ മേയറും പീറ്റർ സലോവയും ചേർന്ന് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. സോ ഇവർ 3 പേരും എന്തുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. സോ കൂട്ടത്തിൽ പെടാത്തതാരാണ്? മാക്സ് വെർത്തി. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അതായത് ബുദ്ധിമാപനത്തിലുള്ള കുറച്ച് പ്രകടന ശോധകങ്ങളാണ് ഏതൊക്കെ? പിൻഡർ, പാറ്റേഴ്സൺ, പ്രകടന മാപിനി. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ, താഴെ തന്നിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിനുള്ളത് ഏത്, അല്ലെങ്കിൽ ബുദ്ധിമാപനത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ആർദറുടെ പ്രകടന മാപിനി, ബാട്ടിയുടെ പ്രകടന ശോധകം, ബെല്ലവ്യൂ ബുദ്ധിമാപിനി, അതേപോലെ വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് വെയ്സ്. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയ വ്യക്തി ആര്? ഡോക്ടർ CH റൈസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയത്. ഹിന്ദുസ്ഥാൻ ബിനെറ്റ് പെർഫോമൻസ് സ്കെയിൽ പുറത്തിറക്കിയത് ആരാണ്? ഡോക്ടർ CH റൈസ് ആണ്. അതേപോലെ മലയാളത്തിലൊരു ബുദ്ധിശോധകം പുറത്തിറക്കിയിട്ടുണ്ട്. അതാരാണ്? നമ്മുടെ PG പിള്ളയാണ് മലയാളത്തിൽ ആദ്യമായിട്ടൊരു ബുദ്ധിശോധകം പുറത്തിറക്കിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുദ്ധിമാപനം ഡോക്ടർ CH റൈസും, മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും അതാരാണ്? PG പിള്ളയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 35 ക്വസ്റ്റ്യൻസിലും എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്